പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ബലിവേദിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. ഓരോ തവണയും വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്നതിൻ്റെ കാര്യം, വിശുദ്ധ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാനാണ്. ഇതിൽ ഒരു സ്ഥലത്തും അമിത പ്രാധാന്യമോ കുറവ് പ്രാധാന്യമോ ഇല്ല. എല്ലാം ഒരുപോലെ പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ഇനിയും നടക്കുന്ന ശുശ്രൂഷ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത് തുബ്ദേൻ വരെയുള്ള കാര്യങ്ങളാണ്. തുബ്ദേൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ തുബ്ദേൻ്റെ ബാക്കി പത്രമായ പ്രാർത്ഥനകളാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആറാമത്തെ തുബ്ദേൻ എന്ന് പറയുന്നത് വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ്. ഒരു തുബ്ദേൻ വായിച്ചു കഴിഞ്ഞാൽ ആ തുബ്ദേനുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയായിരിക്കും തൊട്ട് താഴെ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ വാങ്ങിപ്പോയ വിശ്വാസികൾക്ക് വേണ്ടി നടത്തിയ തുബ്ദിന് ശേഷം വരുന്ന ഒരു പ്രാർത്ഥന അതിമനോഹരമാണ്. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ കടങ്ങളെ നീ പരിഹരിക്കുകയും കുറ്റങ്ങളെ നീ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. ഈ പ്രാർത്ഥന അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ദവന്യാസ്യോസ് ബസ്ലീബിയുടെ ക്രമത്തിലാണ് ഈ പ്രാർത്ഥന എഴുതിയിട്ടുള്ളത്. വാങ്ങിപ്പോയവരുടെ അസ്ഥികളിൽ നിന്റെ തിരുശരീര രക്തങ്ങൾ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവരുടെ കടങ്ങളെ നീ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ എന്ന് നമ്മൾ ആരാധന മധ്യേ തൃത്വത്തോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിക്കുന്നത് എന്തിനാണ്? പൊതുവെയുള്ള നമ്മളുടെ ധാരണ, കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിക്കുന്നത് നമ്മുടെ അപ്പച്ചനോടോ അമ്മച്ചിയോടോ അല്ലെങ്കിൽ ബന്ധുക്കളായ നമ്മളുടെ മാതാപിതാക്കളോടോ സഹോദരി സഹോദരന്മാരോടോ സുഹൃത്തുക്കളോടോ ഉള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നതാണ് എന്നാണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആണ് എന്നുമാണ്. അതങ്ങനെയുണ്ട്. അവരെ ആദരിക്കുവാനും അവരുടെ അസ്ഥികളെ ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അത്തരം പ്രാർത്ഥനകൾ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ധൂപപ്രാർത്ഥനയായി നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തേക്കൊന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പ്രാർത്ഥന വഴിയായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കർത്താവെ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ കടങ്ങൾ നീ പരിഹരിക്കുകയും തെറ്റുകൾ നീ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ മറഞ്ഞിരിക്കുന്ന അവയവങ്ങൾ കർത്താവിനെ വഹിക്കുന്നതാകിയാൽ അതാണ് ആ അസ്ഥികളെ ബഹുമാനിക്കുവാൻ പ്രധാന കാരണം. അതുകൊണ്ട് ആ അസ്ഥികളുടെ മുമ്പിൽ നമ്മളൊരു തിരി കത്തിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുശരീര രക്തത്തെ മാനിക്കുവാൻ വേണ്ടിയും കൂടിയാണ് എന്നുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ നമ്മളുടെ ബന്ധുമിത്രാദികളുടെയോ മാതാപിതാക്കളുടെയോ സഹോദരി സഹോദരങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കൊലോസ്യ ലേഖനത്തിൽ ഒരു വചനം ഇപ്രകാരമുണ്ട്. 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. നമ്മളുടെ ജീവൻ യേശുവിൽ മറഞ്ഞിരിപ്പുണ്ട്. യേശുവിൻ്റെ ഉള്ളിൽ നമ്മളുണ്ട്. നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ
കർത്താവിൻ്റെ ഉള്ളിൽ നമ്മളുണ്ട്. ആ നമ്മളെ വഹിച്ചുകൊണ്ടാണ് കർത്താവ് കാൽവറിയിലേക്ക് കയറിയത്. മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ ചെയ്യുന്ന പാപങ്ങൾ പോലും മുന്നമേ കണ്ട് നമ്മളെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് ആ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് കുരിശിൽ കയറിയത്. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കുരിശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മുന്നമേ നമ്മുടെ പാപങ്ങൾ നമ്മളെ തന്നെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് കർത്താവ് കാൽവറിയിലേക്ക് കയറിയത്. ആ കാൽവറിയാഗത്തിൻ്റെ ഒരു ഓർമ്മയിലേക്ക് നമ്മൾ ഇനി ഉടനെ പ്രവേശിക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണമാണ് ഇനിയത്തെ ലക്ഷ്യം. കാരണം നമ്മളുടെ ജീവൻ അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജീവൻ നമ്മുടെ അസ്ഥികളിലുമുണ്ട്. കാരണം നമ്മൾ ഭക്ഷിച്ചിരിക്കുന്നത് അവൻ്റെ ശരീരവും രക്തവുമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ദൈവവുമായുള്ള ബന്ധത്തിൽ, കർത്താവുമായുള്ള ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുണ്ട്. അത് അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കർത്താവ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ കർത്താവിനെ ആശ്വസിപ്പിക്കുന്നവരും കൂടിയാണ് എന്ന്? അങ്ങനെയുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. യേശുവിനെ നമ്മൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ യേശുവിനോടുള്ള ചേർച്ചയോടുകൂടിയുള്ള മാറിൽ ചാഞ്ഞുള്ള ഇരിപ്പിൽ കർത്താവ് ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. ഒരു കുഞ്ഞിനെ ഒരു അമ്മയെടുത്ത് താലോലിക്കുമ്പോൾ കുഞ്ഞിന് മാത്രമാണ് ആശ്വാസം കിട്ടുന്നത്, അമ്മയ്ക്കും ഒരു സന്തോഷമല്ലേ? പട്ടക്കാരുടെ ശിരസിന്മേൽ ഹുസോയ പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാരെ അനുഗ്രഹിച്ചവനായ ദൈവം ഇടത്ത് ഭാഗത്തിനടുത്തുള്ളവയിൽ നിന്നും നിന്നെ കാത്ത് വലത്ത് ഭാഗത്ത് ഉള്ളവയിലേക്ക് നിന്നെ കൊണ്ടുവരുമാറാകട്ടെ. താഴോട്ടുള്ള പ്രാർത്ഥനയിൽ നീ അവനാൽ ആശ്വസിക്കുകയും അവൻ നിന്നാൽ ആശ്വസിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ. അപ്പോൾ അങ്ങോട്ടൊരാശ്വാസമുണ്ട്, ഇങ്ങോട്ടൊരാശ്വാസമുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ യേശുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്നാൽ യേശു നമ്മുടെ ഉള്ളിലും മറഞ്ഞിരിക്കും. ആ മറഞ്ഞിരിക്കുന്ന അസ്ഥികളിൽ മേലാണ് നമ്മൾ തിരി കത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ വിശ്വാസികളെല്ലാവരും കൂടെ വീണ്ടും നമ്മുടെ വാങ്ങിപ്പോരെ ഓർത്തുകൊണ്ട്, ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല വാങ്ങിപ്പോയരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. ആ ആശ്വാസത്തിൽ കർത്താവിനും ആശ്വാസമുണ്ട്. മാത്രമല്ല, അനേക ആത്മാക്കൾ ഒരു വിശുദ്ധ കുർബാനയിൽ തങ്ങളെ ഓർക്കണമേ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെന്ന് ആത്മാവിൽ വിശുദ്ധിയായി ജീവിച്ചിട്ടുള്ളവർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുവാനിടയായിട്ടുണ്ട്. അവർക്ക് വലിയൊരു ആശ്വാസമാണ് അവരെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അവരുടെ ആത്മാക്കളിന്മേൽ പനിനീർ തുള്ളികൾ തളിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു ആത്മീക അനുഭൂതിയാണ് അവർക്ക് ലഭിക്കുന്നത്. ഞായറാഴ്ച രാത്രി നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ നമ്മൾ പാടുന്നുണ്ട്: പനിനീർ ഹാനനിയാദ്യന്മാർമേൽ വീഴ്ത്തിയൊരാ മാലാഖ മൃദർ തൻ അസ്ഥിക്കൂട്ടത്തിൽ കൃപയാം നീർ വീഴ്ത്തിയിടണം. അതുകൊണ്ട് ഈ ബോധ്യം നമുക്ക് ആ സമയത്തുണ്ടായിരിക്കണം. വാങ്ങിപ്പോരെ മുഴുവനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. കാരണം ഇവരെല്ലാവരും ഇല്ലാതെ ആരാധന പൂർത്തിയാകുന്നില്ല. വലിയൊരു സമൂഹമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. എബ്രായർ 12:1 ആകയാൽ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല പാപവും മുറുകെ പറ്റുന്ന ഭാരവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാക്ഷികളായ വലിയൊരു സമൂഹം. ആ സമൂഹം എന്താണ് എന്നുള്ളത്
ആ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ തന്നെ താഴോട്ട് പറയുന്നുണ്ട്, നമ്മൾ എവിടേക്കാണ് വന്നിരിക്കുന്നത്. ആ ബലിപീഠത്തിന് മുമ്പിൽ ആരൊക്കെയുണ്ട്? ആ പുരോഹിതനും താഴെ നിൽക്കുന്ന ജനങ്ങളും മാത്രമല്ല. പലരുടെയും വിചാരം ഒരാരാധന നടക്കുന്നത് ആ ആരാധന നയിക്കുന്ന പുരോഹിതനും താഴെ നിൽക്കുന്ന ജനങ്ങളും മാത്രമാണ് എന്നാണ്. അല്ല. എവിടേക്കാണ് വന്നിരിക്കുന്നത്? പിന്നെയോ സിയോൻ പർവ്വതത്തിലേക്കും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും ഇതൊക്കെ ഒരു ആന്തരിക യെരുശലേമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നുള്ള ഭാഗം വിശദീകരിച്ചപ്പോൾ അതിനകത്തു നിന്നും മറ്റൊരാൾ വേറൊരു സംശയം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഇഷ്ടത്താൽ സിഹ്യോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ, അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും, അപ്പോൾ നിൻ്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കയറും. ഇപ്പോൾ അങ്ങനെ ഒരു ബലിയുണ്ടോ? പിന്നെന്തിനാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എന്ന്. ഇത് പുതിയ നിയമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പഴയ നിയമത്തിലെ കാര്യം അതുപോലെയല്ല അതിനെ ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തിരിക്കണം. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായത്തിൽ 28-ാം വാക്യം, ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകും. ആത്മസംയമം ഇല്ലാത്ത മനുഷ്യൻ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. നമ്മുടെ ഉള്ളിൽ ഇടിഞ്ഞു കിടക്കുന്ന ഒരു യെരുശലേം മതിലുണ്ട്. അത് പണിയണമേ എന്ന് നമ്മൾ പുതിയ നിയമ ഭാഷയിൽ അതിനെ വ്യാഖ്യാനിക്കണം. അല്ലാതെ ഹോമബലിയിൽ നീ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ അർപ്പിക്കുന്ന ബലി എന്താണ്? എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ എന്ന് കർത്താവ് ഭരമേൽപ്പിച്ചിട്ടുള്ള ആ ബലിയാണ്. അതിൽ കർത്താവ് പ്രസാദിക്കും. അതുകൊണ്ട് ആ ബോധ്യത്തിൽ വേണം ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തുവാൻ. അതുകൊണ്ട് ഇനിയുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് അതീവ ശ്രദ്ധയോടും അതീവ ഇഷ്ടത്തോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ആയിരിക്കണം. സ്നേഹത്തോടും ഇഷ്ടത്തോടും എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇനിയും പ്രവേശിക്കാൻ പോകുന്നതിൻ്റെ പേരാണ് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ. ഈ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ കീറി മുറിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവനും യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരേണ്ട ഭാവം എൻ്റെ അഭിപ്രായത്തിൽ ഭക്തിയെക്കാളിലും ഭയത്തെക്കാളിലും സ്നേഹമാണ്, ഇഷ്ടം. ആ ഇഷ്ടത്തോടു കൂടിയാണ് ഇനിയുള്ള ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടത്. കാരണം കർത്താവ് തകർക്കപ്പെടുന്ന ആ വലിയ ശുശ്രൂഷ അല്ലെങ്കിൽ ആ വലിയ കർമ്മം നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കർത്താവിലേക്ക് മാത്രം, കാൽവറിയിലേക്ക് മാത്രം ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ഇനിയുമുള്ള ആ ബെനഡിക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യേശുതമ്പുരാനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ബെനഡിക്ഷനാണ്. എപ്രകാരമാണ് പുരോഹിതൻ ആ ബെനഡിക്ഷൻ നടത്തുന്നത്? വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. മുഴുവൻ ശ്രദ്ധയും കാൽവറിയിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ വാങ്ങിപ്പോയവർ, ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ, സർവ്വ സൃഷ്ടിയെയും ആ പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. കാൽവറിയുടെ ചുവട്ട്, അവിടെയാണ് നമ്മുടെ ആരാധന ഇനിയും നടക്കുന്നത്. അതുകൊണ്ട് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേദനയോട് പങ്കാളിത്തം വഹിക്കുകയാണ്. ആരാധന മുഴുവൻ കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളുമായിട്ട് പങ്കാളിത്തം വഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ വേദനയോട് പങ്കാളിത്തം വഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചൊല്ലുന്ന പാട്ട് അൻപുടയോനെ നിൻവാതിൽ എന്നുള്ള ഗീതമോ ശ്രാപ്പികളെ കണ്ടേശായ എന്നുള്ള ഗീതമോ ആണ്. ഇത് ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം, അനുതാപപൂർണമായ സഭ അംഗീകരിച്ചിട്ടുള്ള
ബഹളങ്ങളില്ലാത്ത, കാതുകളിൽ ശ്രവിക്കപ്പെടുമ്പോൾ കണ്ണീര് വരത്തക്കണ്ണമുള്ള നിറങ്ങളോ ട്യൂണുകളോ മാത്രമേ അവിടെ നമ്മൾ പാടാവൂ. എല്ലാത്തിനും അങ്ങനെ പാടാവൂ, എന്നാൽ ഇവിടെ പ്രത്യേകിച്ച്. അല്ലാതെ അവിടെ ആവശ്യമില്ലാത്ത പ്രകടനങ്ങളോ ഇൻസ്ട്രുമെൻസിൻ്റെ അതിപ്രസരങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചെയ്യുന്നെങ്കിൽ വളരെ അനുതാപകരമായി, ശബ്ദകോലാഹലങ്ങളില്ലാതെ കർത്താവിനെ തറച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആ ഗീതം നിങ്ങൾ ചൊല്ലണം. അവിടെ ആ ഗീതം ചൊല്ലുവാനുള്ള കാരണം, ഇത് കർത്താവ് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന സമയമാണ്. അവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുകയാണ് കാൽവറിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട്. അൻപുടയോനെ നിൻ വാതിൽ മുട്ടുന്നു ദാസർനാദം, ആവേശത്താൽ യാചിക്കും അടിയാരെ തള്ളിയിടല്ലേ. മുഴുവൻ പ്രാർത്ഥനയും ആ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നമ്മൾ നിന്ന് ചൊല്ലിയാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാതെ ആ പാട്ട് ചൊല്ലിത്തീർക്കുവാൻ സാധ്യമാവില്ല. ആ പങ്കാളിത്തം ഉണ്ടാവണം. അതിന് പകരം മറ്റൊരു പാട്ട് ശ്രാപ്പികളെ കണ്ടേശായ എന്നുള്ളതാണ്. കാരണം തൂങ്ങിക്കിടക്കുന്നവൻ ആരാണ്? ചിറകുകൾ ആറാറുള്ളവരായി എരുതിയാത്മാക്കളവർ വിറയ്ക്കുന്നവനാണ് മനുഷ്യൻ്റെ അടിയേറ്റ് തൂങ്ങി മരിച്ചു കിടക്കുന്നത്. ആർക്കു വേണ്ടി? മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് ഞാൻ ഇനി ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് അന്നേ തൂങ്ങിക്കിടക്കുന്ന ഈ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഒന്നും പറയുവാനില്ലാതെ നിൽക്കേണ്ട മഹനീയമായ അനുതാപപൂർണമായ ആ രംഗമാണത്. ആ ഉത്ബോധത്തോടെ നിൽക്കുമ്പോൾ ആ ആരാധനയുടെ ആ ഭാഗത്ത് നമുക്ക് സംബന്ധിക്കാതിരിക്കാൻ പറ്റുമോ? ആ സമയം വേറെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലേക്ക് പോയി ചിന്തിക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും പാടില്ല. എല്ലാ ശ്രദ്ധയും, പൂർണ്ണ ശ്രദ്ധയും കാൽവറിയുടെ ക്രൂശിൽ മാത്രം. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിവതും ഈ രണ്ട് ഗീതങ്ങളാണ് പാടേണ്ടത്. വിശുദ്ധ കുർബാനക്രമത്തിൽ പരിശുദ്ധ സഭ നിയോഗിച്ചിട്ടുള്ള മറ്റ് ഗീതങ്ങളുണ്ട്, ഓരോ അവസരത്തിലും പാടാവുന്നത്. ആ അവസരത്തിൽ അത് പാടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഉചിതം അൻപുടയോനെ നിൻവാതിൽ എന്നുള്ള ഗീതമോ ശ്രാപ്പികളെ കണ്ടേശ എന്നുള്ള ഗീതമോ ആണ്. അതിന് കാരണം, ഏതെങ്കിലും ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസരത്തിൽ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഹിസ്റ്ററി പറയുന്ന കാര്യമാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സഭ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭയെ ചോദ്യം ചെയ്യുവാൻ ഞാൻ ആളല്ല. പക്ഷേ അൻപുടയോനെ നിൻവാതിൽ അല്ലെങ്കിൽ ശ്രാപ്പികളെ കണ്ടേശായ എന്നുള്ള ഗീതം പാടുന്നത് പോലെ മറ്റൊരു പാട്ടിനും അവിടെ യോഗ്യത ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഗീവർഗീസാദയുടെ പെരുന്നാൾ വരുന്നു. നല്ല കാര്യമാണ്. ആ മഹാപരിശുദ്ധനെ ഓർത്ത് മധ്യസ്ഥത അണച്ച് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ പരിശുദ്ധനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഗീതങ്ങൾ പല അവസരത്തിലും നമ്മൾ പാടുന്നുണ്ട്. എന്നാൽ ഈ അൻപുടയോനെ സമയത്ത് ഗീവർഗീസാദയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ളൊരു ഗീതമാണ് അവിടെ പാടുന്നതെങ്കിൽ അവിടെ രാജ്ഞിയുടെ കഥയും രാജ്ഞി ആ പാമ്പിൻ്റെ മുമ്പിൽ ബലിയാടായി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന അവസ്ഥയും കുന്തത്താൽ വരുന്നതും കുത്തുന്നതും പോകുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ പ്രതിവചിച്ചുകൊണ്ട് ഗീതങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലത് തന്നെ. പക്ഷേ അത് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് പാടുന്നത് ഉചിതമാണോ എന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മനനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതേസമയം കാൽവരിയുടെ ക്രൂശിൽ നിന്നുകൊണ്ട് അൻപുടയോനെ നിൻ വാതിൽ മുട്ടുന്നു ദാസർനാഥം, ആവേശത്താൽ യാചിക്കും അടിയാരെ തള്ളിയിടല്ലേ, നിന്നെ വിളിക്കുന്നേ നാഥ നിന്നുദവിക്കായി ബലഹീനർ, നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ യാചിപ്പുകളെ, നന്മ നിറഞ്ഞോനെ എൻ്റെ തിന്മകളെ നീ ഓർക്കരുതേ. ഇങ്ങനെയൊക്കെയുള്ള ഗീതങ്ങൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാടുന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മളതേ പാടുകയുള്ളൂ. അല്ലാതെ പെടഞ്ഞു കിടക്കുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് ഗീവർഗീസാദയുടെ ചരിത്രം അല്ല അവിടെ പറയേണ്ടത് എന്നെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. എന്നാൽ സഭ അത് ക്രമീകരിച്ച കുർബാനക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പാടുന്നത് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു ബോധ്യത്തിൽ
അതിനെന്തുമാത്രം പ്രാധാന്യം ആ സമയത്ത് അവിടെയുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പുരോഹിതൻ അപ്പവീഞ്ഞുകളെടുത്ത് അതിനെ ഖണ്ഡിച്ച് പ്രത്യേകമായ ഒരു പ്രാർത്ഥന അവിടെ നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നിറയെ വേദശാസ്ത്രങ്ങളാണ്. വേദശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയ ആത്മാവുണ്ട്. ആ വേദശാസ്ത്രം പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ഗൗരവവും അതിൻ്റെ ശക്തിയും നമുക്ക് വെളിപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വളരെ പവർഫുള്ളായിട്ടുള്ള, വളരെ ശക്തിയുക്തമായ, നിറയെ വേദശാസ്ത്രം നിറഞ്ഞിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കുറച്ചും കൂടെ വിപുലമായിട്ട് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ, ആമീൻ. ഇതൊരു വേദശാസ്ത്രം കൂടിയാണ്, പക്ഷെ വലിയ പ്രാർത്ഥനയുമാണ്. എന്ന് പറയുന്നത് പോലെയുള്ള വലിയ ദീർഘമായ പ്രാർത്ഥനകൾ ഈ അൻപുടയോനെ സമയത്ത് ഈ അപ്പവും വീഞ്ഞും ചേർത്ത് അപ്പത്തെ മുറുക്കുകയും വീഞ്ഞ് അപ്പത്തിന്മേൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുശരീരത്തിന്മേൽ, ഇനി അപ്പം എന്ന് പറയുന്നത് ശരിയല്ല, ഇപ്പോൾ കർത്താവിൻ്റെ തിരുശരീര രക്തമാണ്, ആ തിരുശരീര രക്തത്തിന്മേൽ പുരട്ടുകയാണ്. പലർക്കും വിശുദ്ധ കുർബാന അനുഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംശയമുള്ളത്, എന്തുകൊണ്ടാണ് പുരോഹിതൻ കാസയിൽ നിന്നും കൂടെ കൊടുക്കാത്തത്? അപ്പം മാത്രമേ കൊടുക്കുന്നുള്ളല്ലോ എന്ന്. ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ ഈ തിരുശരീര രക്തങ്ങൾ തമ്മിൽ കലർത്തുന്നുണ്ട്. രക്തം ശരീരത്തിന്മേലും ശരീരം രക്തത്തിലും ഇടും. അവിടെ പ്രാർത്ഥന തന്നെ ഇപ്രകാരമുണ്ട്: ഈ ശരീരം ഈ രക്തത്തിൻ്റേതാകുന്നു, ഈ രക്തം ഈ ശരീരത്തിൻ്റേതുമാകുന്നു. അങ്ങനെ പരസ്പരം അതിനെ കലർത്തിയാണ് ആ സമയത്ത് ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ക്രൂശിക്കപ്പെട്ട ശരീരം എന്ന് പറഞ്ഞത് രക്തത്താൽ കുളിച്ച് കിടക്കുകയാണ്. അതാണ് അതിൻ്റെ സാരാംശം, അതിൻ്റെ ഗൗരവം അതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ശരീരം മാത്രമല്ല, കർത്താവിൻ്റെ രക്തം കൂടെ ചേർന്നതാണ്. മാത്രമല്ല, ഒരുപാട് പേർ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യം പീലാസായിൽ നിന്ന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ രോഗികളോ തീരെ പൊടിക്കുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാസായിൽ നിന്നാണ് കൊടുക്കുന്നത്. അതിൽ ശരീരവും ഉണ്ട്. നിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട എന്നാണ് പറയുന്നത്. നിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബോധ്യം വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും കൂടെ ഒന്നിച്ചു ചേർന്ന് ഇരിക്കുന്ന വലിയൊരു വേദശാസ്ത്രത്തെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. അതായത് തൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ആത്മാവ് വേർപെട്ടു, എന്നാൽ തൻ്റെ ശരീരത്തിൽ നിന്നോ തൻ്റെ ആത്മാവിൽ നിന്നോ തൻ്റെ ദൈവത്വം വേർപെട്ടില്ല. ഇത് പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരുടെ വേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. യേശുവിൻ്റെ നേച്ചറിനെ പറ്റിയുള്ള വലിയൊരു തർക്കം തന്നെ ആദിമകാലങ്ങളിൽ സഭയിലുണ്ടായി. കാൽസിഡോണിയൻ സിനോദോസ് ഒക്കെ അതിന് പ്രകാരമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പാശ്ചാത്യ സംസ്കാരം വിശ്വസിക്കുന്നത് യേശുവിൽ രണ്ട് നേച്ചർ ഉണ്ടായിരുന്നു, ആ രണ്ട് നേച്ചറും സെപ്പറേറ്റഡ് ആയിരുന്നു എന്നാണ്. എന്നാൽ പൗരസ്ത്യ സഭ വിശ്വസിക്കുന്നത് യേശുവിൽ രണ്ട് നേച്ചർ ഉണ്ടായിരുന്നു. രണ്ട് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവത്വം, അവൻ പൂർണ്ണ ദൈവമായിരുന്നു, അതേസമയം പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഇതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പാശ്ചാത്യ വേദശാസ്ത്രം പഠിപ്പിക്കുന്നത് ഇതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്, സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാമെന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ കടലിന്മേൽ നടന്നത് ദൈവം, ഭക്ഷണം കഴിച്ചത് മനുഷ്യൻ. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം എന്നുള്ളതായി. കുരിശിൽ മരിച്ചത് മനുഷ്യൻ, ഉയർത്തെഴുന്നേറ്റത് ദൈവം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇതിനെ പൗരസ്ത്യ പിതാക്കന്മാർ എതിർത്തു. അതുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പറയുമ്പോൾ ആദ്യം ദൈവമേ എന്ന് പറഞ്ഞത്. അതായത്
കുരിശിക്കപ്പെട്ടവനാണെങ്കിലും മരിച്ചവനെങ്കിലും നീ ദൈവമാകുന്നു. അതുകൊണ്ട് ഈ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിലെ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ ആത്മാവ് വേർപെട്ടു എങ്കിലും തൻ്റെ ശരീരത്തിൽ നിന്നോ തൻ്റെ ആത്മാവിൽ നിന്നോ തൻ്റെ ദൈവത്വം വേർപെട്ടില്ല. പാശ്ചാത്യ വേദശാസ്ത്രം പഠിപ്പിക്കുന്നത് കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നിലുള്ള ദൈവാത്മാവ് തന്നിൽ നിന്ന് വിട്ടു, മനുഷ്യാത്മാവ് അവിടെ തന്നെ ഇരുന്നു എന്നാണ്. എന്നാൽ പൗരസ്ത്യപിതാക്കന്മാർ ഓറിയൻ്റൽ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഇത് തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ പറ്റില്ല, ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഒന്നിച്ചിരുന്നു, ഇതിനെ വേർതിരിച്ച് കാണിക്കുവാനൊന്നും സാധിക്കില്ല, ഇതൊരു രഹസ്യമാണ്, മിസ്റ്ററിയാണ് എന്നാണ് പൗരസ്ത്യപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു, അല്ലാതെ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണുവാൻ സാധ്യമല്ല. തൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ആത്മാവ് വേർപെട്ടു എന്നാണ് പറയുന്നത്, അല്ലാതെ തൻ്റെ ശരീരത്തിൽ നിന്ന് ദൈവാത്മാവ് വേർപെട്ടു, മനുഷ്യാത്മാവ് ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നല്ല. ഇത് ടീച്ചിങ്സ് ആണ്. അതുകൊണ്ട് ആ രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. പാശ്ചാത്യ സഭയിലുള്ള അനേക വിശുദ്ധന്മാരുണ്ട്. സെയിൻറ്റ് അഗസ്റ്റിൻ ഒരു വിശുദ്ധനാണ്, മഹാവിശുദ്ധനാണ്. അതുകൊണ്ട് വിശുദ്ധിയുടെ തലത്തെ അത് ഈ ടീച്ചിങ്സ് വെച്ച് അളക്കരുത്. ടീച്ചിങ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എന്ന് വരാം, അതങ്ങനെ മാത്രം കണ്ടാൽ മതി. പൗരസ്ത്യ ഓർത്തഡോക്സ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇത് ഒന്നിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് അവരെ വിളിക്കുന്നത്, അല്ലെങ്കിൽ പൗരസ്ത്യ ഓർത്തഡോക്സ് ദർശനത്തിൽ ഉള്ളവരെ വിളിക്കുന്നത് മോണോഫൈസൈറ്റ്സ് എന്നാണ്. മോണോഫൈസൈറ്റ്സ് അതായത് ഏകസാരാംശ വിശ്വാസം. മറ്റേത് ഡയോഫൈസൈറ്റ്സ്, ഇരുതത്വവാദികൾ എന്ന് പറയും. കൂടുതൽ വേദശാസ്ത്രങ്ങളൊന്നും ഇവിടെ പഠിക്കേണ്ട, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ പ്രാർത്ഥനയിൽ, ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിലെ ആ പ്രാർത്ഥനയിൽ ഇപ്രകാരമുള്ള സംഗതികൾ പിതാക്കന്മാർ ചേർത്തിട്ടുണ്ട്, വേദശാസ്ത്രങ്ങൾ. അത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ദൈവത്വവും മനുഷ്യത്വവും ഒക്കെ ഒന്നിച്ച് നിന്ന് ആ മനുഷ്യന് വേണ്ടി താൻ ദൈവരൂപമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്ന കർത്താവായ യേശുവിനെ മാത്രം ധ്യാനിക്കേണ്ട നിമിഷമാണത്. ഈ മരണത്തോടുകൂടി സംഭവിച്ചത് എന്താണ്? ഈ മരണത്തോടുകൂടി സംഭവിച്ചത് സാത്താൻ്റെ സാമ്രാജ്യം തകർന്നു. ഉയർത്തെഴുന്നേൽപ്പോടുകൂടി ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണ അധികാരം യേശുവിനായി. അവൻ നിത്യരാജാവായി. തീമോത്തിയോസിൽ അങ്ങനെ ഒരു വചനമുണ്ട്, അവൻ നിത്യരാജാവായി. പിതാവാം ദൈവത്തെ മനുഷ്യനോട് ഒന്നിപ്പിച്ചു, ഇരുപക്ഷത്തെയും ഒന്നാക്കി. എഫെസ്യലേഖനം 2:13 അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ച് കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനത്രേ. പിതാവാം ദൈവവും സൃഷ്ടിയുമായിട്ടുള്ള ആ വേർപാടിൻ്റെ നടിച്ചുവർ, ന്യായപ്രമാണം എന്ന ആ വേർപാട് ഇല്ലാതായി. ഇനിയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം എന്ന് മാത്രമല്ല, പിതാവാം ദൈവത്തെ ഇനി നമ്മൾ വിളിക്കുന്നത് ദൈവമേ എന്നല്ല, അപ്പ എന്നാണ്, പിതാവേ എന്നാണ്. അതുകൊണ്ട് തന്നെ അൻപുടയോനെ എന്ന ഗീതം വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയവും ഈ കർത്താവിൻ്റെ കഷ്ടാനുഭവം ഉയർപ്പും ഒക്കെ നമ്മൾ ധ്യാനിക്കുന്ന ഈ സമയം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. ആ പ്രാർത്ഥന അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ ബോധപൂർവമാണ്. നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ എത്രയോ തവണ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി, നമസ്കാരത്തിലൊക്കെ എത്രയോ തവണ കൗമുകൾ ചൊല്ലി. വീണ്ടും ഈ സമയത്ത് ആ പ്രാർത്ഥന മാത്രം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മരണവും ഉയർപ്പും ഓർത്തിട്ട് ആ പിതാവാം ദൈവവുമായുള്ള വേർപാടിൻ്റെ നടുച്ചുവർ കർത്താവിൻ്റെ കാൽവറി യാഗത്താൽ ഇടിക്കപ്പെട്ടു. ഇനിയും
അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മളെ വിളിച്ചോതുവാനാണ് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃപ്രാർത്ഥന. വിശുദ്ധിയോടും നിർമ്മലതയോടും ധൈര്യത്തോടും കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുന്നത്. നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ.